ഹലോ, ഇറ്റ്സ് മീ ശ്വേതാപി. ഇത് നമ്മുടെ തേക്കടി എടപ്പാളയം വാച്ച് ടവർ വീഡിയോയുടെ 2ാം ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോയില് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും വാച്ച് ടവറിന് ചുറ്റിനുമുള്ള കാഴ്ചകളും പിന്നെ ഒരുപാട് അനിമൽ സൈറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവര് അത് തീർച്ചയായും ഒന്ന് പോയി കാണണേ. ഇന്ന് നമ്മള് കടുവയുടെ ടെറിട്ടറിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഒറ്റയ്ക്കല്ല കേട്ടോ, ഒരു ഫോറസ്റ്റ് ഓഫീസറും ഗൈഡും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു ടൈം ലാപ്സ് വീഡിയോ എടുത്തപ്പോഴാണ് ദൂരെ ഒരു ആന പോകുന്നത് കണ്ടത്. ഇന്നലെ രാത്രി 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറെ ആനകളുടെ ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റു. ടോർച്ചൊക്കെ അടിച്ചു നോക്കി, പക്ഷെ ലൈറ്റ് അവിടത്തോളം എത്തുന്നുണ്ടായില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, വലിയൊരു ആനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അതുങ്ങൾ ആ വെള്ളത്തിൽ കുളിക്കുമായിരുന്നു. നേരം വെളുക്കുന്നതിന് മുന്നേ അവര് കുളി കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയായി കഴിഞ്ഞ് ഒരൊറ്റ മ്ലാവിനെ പോലും ഈ വാച്ച് ടവറിന്റെ മുന്നിൽ കണ്ടില്ല. ചിലപ്പോ ഇവിടെ അടുത്ത് കടുവയുടെ സാന്നിധ്യം അറിഞ്ഞതുകൊണ്ടാവാം മ്ലാവുകൾ ഈ പരിസരത്തേക്ക് വരാഞ്ഞത്. 2 ആഴ്ച മുന്നേ നേച്ചർ വാക്ക് എന്ന ട്രെക്കിംഗ് പ്രോഗ്രാമിന് പോയ ഗസ്റ്റൊക്കെ പുലിയെ കണ്ടിരുന്നു. നോക്കാം നമുക്കും കാണാൻ പറ്റുമെന്ന്. അപ്പൊ ഇതുവരെ വാച്ച് ടവറിന്റെ അകത്തുള്ള കാഴ്ചകളൊന്നും ഞാൻ കാണിച്ചു തന്നില്ലല്ലോ, നമുക്കത് നോക്കാം. ഇതാണ് നമ്മുടെ വാച്ച് ടവറിന്റെ ഫ്രണ്ടിൽ കാണുന്ന ബാൽക്കണി. വേറെ എങ്ങും പോവാതെ ഇവിടെ ഇരുന്നാൽ തന്നെ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും. പിന്നെ വാച്ച് ടവറിലെ ആവശ്യത്തിന് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഇവിടെ താഴെയാണ്. ഇവിടെ സോളാർ ഉള്ളത് കൊണ്ട് ഫോണും മറ്റും ചാർജ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. ഇവിടെ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പണിതാണ് ഈ വാച്ച് ടവർ. ഇത് 1975 എടുത്ത ഈ വാച്ച് ടവറിന്റെ ഒരു ഫോട്ടോയാണ്. പണ്ട് കാലങ്ങളിൽ ഇവിടെ വേട്ടയാടുന്നതും വനനശീകരണവും രൂക്ഷമായതിനെ തുടർന്നാണ് 1934 ഇതൊരു പ്രൈവറ്റ് റിസർവ് ഫോറസ്റ്റ് ആക്കി മാറ്റിയത്. അന്ന് ഇതിന്റെ പേര് നെല്ലിക്കാമ്പെട്ടി റിസർവ് എന്നായിരുന്നു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആക്കി. പിന്നീട് ഇതൊരു ടൈഗർ റിസർവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോ നമുക്ക് കാട്ടിലേക്ക് പോവാം. ആനയും കടുവയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മൾ രാവിലെ കണ്ട ആന നടന്നുപോയ വഴി. അപ്പോൾ ആ ആനയെയോ അല്ലെങ്കിൽ രാത്രി ഉണ്ടായിരുന്ന ആനക്കൂട്ടത്തെയോ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയാണ് രാജീവണ്ണൻ ആനകളെ ട്രാക്ക് ചെയ്യാൻ നോക്കുന്നത്. ഈ ചതുപ്പൊക്കെ ക്രോസ് ചെയ്തിട്ട് ആ കാട്ടിലേക്കാണ് ആനകൾ നടന്നുപോയത്. നമുക്ക് അതിലേ പോവാൻ പറ്റാത്ത കൊണ്ട് നമുക്ക് ഈ കാടിന് സൈഡിലൂടെ പോവാം. ഈ ആനകൾ നടപ്പ് തുടങ്ങിയ 10-20 കിലോമീറ്റർ വരെയൊക്കെ ഒറ്റ നടപ്പങ്ങ് നടന്നു കളയും. ഇരിക്കുന്നു ഒരു കരിങ്കുരങ്ങ്. നീൽഗിരി ലാംഗ്വേഴ്സ് എന്ന് വിളിക്കും. ഇവര് വലിയ നാണക്കാരാണ് കേട്ടോ. മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ കരിങ്കുരങ്ങുകൾ നിൽക്കാറില്ലെന്ന് മാത്രമല്ല, താഴേക്ക് ഇറങ്ങാതെ എപ്പോഴും മരങ്ങളുടെ ഉയരങ്ങളിലായിരിക്കും ഇതുങ്ങൾ ഉണ്ടാവുക. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളൊരു കാഴ്ച കണ്ടു. നോക്കിക്കേ, കടുവയുടെ പഗ്മാർക്കാണിത്. ഇത് ഫ്രഷ് പഗ്മാർക്കാണ് കേട്ടോ. മിക്കവാറും ഇന്നലെ രാത്രി ഇവിടെ വന്നതാവാം. അതുകൊണ്ടാവണം മ്ലാവുകളെ ഒന്നും നമുക്ക് ഇന്നലെ അധികം കാണാൻ പറ്റാഞ്ഞത്. പിന്നെ ഇത് പെൺകടുവയുടെ പഗ്മാർക്കാണ്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, അടുത്തടുത്തിരിക്കുന്ന നീണ്ട വിരലുകളാണിത്. ആണിന്റെ പഗ്മാർക്ക് കുറച്ചുകൂടെ വീതി ഉള്ളതായിരിക്കും. ഇവിടെ തന്നെ ഒരു മരത്തില് കടുവയുടെ ടെറിട്ടറി മാർക്കിംഗ് കാണാം. ഇത് തൻ്റെ സ്ഥലമാണെന്ന് മറ്റുള്ള കടുവകളെ അറിയിക്കാനായിട്ടാണ് ഇതുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വിഷ്വലായിട്ടുള്ള അടയാളങ്ങൾ കൂടാതെ ഇതുങ്ങളുടെ ശരീരം പല മരങ്ങളിലൊക്കെ ആയിട്ട് ഉരച്ചും യൂറിൻ ഒഴിച്ചും കടുവകൾ അതിൻ്റെ സ്മെല്ല് പലയിടത്തായിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു കടുവയുടെ ടെറിട്ടറി തന്നെ 100 കണക്കിന് ഏക്കറുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതുങ്ങളെ കാണാൻ കിട്ടുന്നത് ഭാഗ്യം തന്നെയാണ്.
ഇവിടെ തന്നെ കടുവ പിടിച്ചു നിന്ന കാട്ടുപോത്തിന്റെ എല്ലും കാണാം. കുറച്ചങ്ങ് നടന്ന് നീങ്ങിയപ്പോഴേക്കും ഞങ്ങൾ അടുത്ത സീൻ കണ്ടു. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസറും രാജീവണ്ണനും എന്തോ നോക്കി അലേർട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ നിൽപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി കാര്യമായ എന്തോ സംഭവം ഉണ്ടെന്ന്. അടുത്തേക്ക് ചെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ ഒരു കാട്ടുപോത്ത് നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ നോക്കിയിട്ട് ആദ്യം ഇതിനെ കണ്ടില്ലായിരുന്നു. രാജീവണ്ണൻ ഇതിനെ എങ്ങനെ കണ്ടുപിടിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഇലകൾക്കിടയിലൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഞങ്ങളെ നോക്കി നിൽക്കുന്ന ആ കാട്ടുപോത്തിനെ കണ്ടത്. അത് ഞങ്ങളെ നോക്കി തല ആട്ടുന്നുണ്ടായി. അങ്ങനെ തലയാട്ടുന്നത് കണ്ടാൽ ഓർക്കണം അതെങ്ങോട്ടേലും കുതിക്കാനുള്ള പുറപ്പാടിലാണെന്ന്. അത് രണ്ടാമത് തലയാട്ടിയിട്ട് ഒറ്റ കുതിക്കല് കുതിച്ചു. ഭാഗ്യത്തിന് അത് സൈഡിലേക്കാണ് ഓടിപ്പോയത്. കാട്ടുപോത്ത് ഓടിയപ്പോഴാണ് നമുക്ക് ചുറ്റും ഇത്രയധികം മൃഗങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രയും സൈലന്റ് ആയിട്ട് കിടന്ന കാട്ടില് പെട്ടെന്നാണ് ഈ മൃഗങ്ങളുടെ ഒക്കെ അലാം കോൾസ് ഉയർന്നത്. കാട്ടുപോത്ത് പൊതുവേ പ്രശ്നക്കാരല്ലെങ്കിലും അത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് നമ്മളെ ഒരു ഭീഷണിയായിട്ട് കണ്ട് അത് നമ്മളെ ആക്രമിക്കാൻ വന്നേക്കാം. ഇതാണ് അരിക്കൂണ്. കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും. ഇത് കറി വെക്കാനും സൂപ്പ് ഉണ്ടാക്കാനും ഒക്കെ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇനം എഡിബിൾ മഷ്റൂമാണ്. പല സ്ഥലത്തും പല പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. ആനയെ അന്വേഷിച്ച് ട്രെയിൽ നോക്കി പോയെങ്കിലും കാണാൻ പറ്റിയില്ല. രാത്രിത്തെ കുളിയൊക്കെ കഴിഞ്ഞ് അവർ ആ മൈതാനം വിട്ട് ആ മലയൊക്കെ കടന്നു പോയിട്ടുണ്ടാവണം. അങ്ങനെ അത് മതിയാക്കി ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് നടന്നു തുടങ്ങി. ദേ ഒരു പന്നിക്കുട്ടനെ കണ്ടു. നമ്മൾ ഇന്നലത്തെ ട്രക്കിങ്ങിലും ഒരെണ്ണത്തിനെ കണ്ടിരുന്നു. അതിന്റെ ഫ്രണ്ടിലെ ആ കൊമ്പ് കണ്ടോ? തേറ്റ എന്നാണ് ആ കൊമ്പിനെ പറയുന്നത്. നമ്മളൊരു ഭീഷണിയായിട്ട് തോന്നിയാൽ അവർ അറ്റാക്ക് ചെയ്യാനും മടിക്കില്ല കേട്ടോ. ഇതുങ്ങൾക്ക് മനുഷ്യരെക്കാളും 2000 മടങ്ങ് സ്മെല്ല് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതുപോലെ ഓരോ മൃഗങ്ങൾക്കും പല കാര്യങ്ങളിലായിട്ട് മനുഷ്യരെക്കാളും കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാട്ടിലേക്ക് കാല് കുത്തുമ്പോൾ തന്നെ നമ്മുടെ ഓരോ ചലനങ്ങളും അവരെ അറിയുന്നുണ്ടാവും. പിന്നെ കാട്ടിലെ ഒട്ടുമിക്ക മൃഗങ്ങളെയും കാണാനൊരു അവസരം കിട്ടണമെങ്കിൽ അതുങ്ങളൂടെ മനസ്സ് വെക്കണം അത്രേ. അതുകൊണ്ട് ഈ ആനിമൽ സൈറ്റിങ്സ് ഒക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഈ സ്ഥലത്തിന് തേക്കടി എന്ന പേര് വന്നത് ഇവിടെ നിറയെ തേക്കുമരങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ പോകുന്ന വഴി നമ്മൾ നടക്കുന്ന പാത കൂടാതെ മറ്റു പാതകളും കാണാൻ പറ്റും. അതില് മിക്കതും മൃഗങ്ങൾ മാത്രം സഞ്ചരിക്കുന്ന പാതകളായിരിക്കും. അതുകൊണ്ട് വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് പോകുന്ന വഴിയിൽ മരങ്ങൾ ഇതുപോലെ അടയാളപ്പെടുത്തുന്നത്. വ്യൂ പോയിന്റ് എത്തും മുന്നേ തന്നെ എന്റെ മനസ്സ് കീഴടക്കിയത് ഈയൊരു മരമായിരുന്നു. ചുറ്റുമുള്ള മറ്റെന്തിനേക്കാളും ഭംഗി ഈയൊരു മരത്തിനുള്ളതായിട്ട് എനിക്ക് ആ ഒരു നിമിഷം തോന്നി എന്ന് തന്നെ പറയണമല്ലോ. നമ്മുടെ ഈയൊരു ട്രെക്കില് ആനിമൽസിനെ ഒരുപാടൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഈ കാട്ടിലൂടെയുള്ള ട്രെക്കിങ് നന്നായി ആസ്വദിച്ചിട്ടോ. എനിക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദാ ആ കാണുന്ന ചങ്ങാടം കണ്ടു? അതിവിടുത്തെ ട്രൈബൽസിന്റെയാണ്. ആനകൾ ചവിട്ടി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ഈ വെള്ളത്തിന് നടുവിലായിട്ട് കെട്ടിയിടുന്നത്. അപ്പോൾ ഈ ചങ്ങാടങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പഴയ പൊളിഞ്ഞ ചങ്ങാടങ്ങൾ കരയ്ക്ക് അടുത്തായിട്ട് കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓരോ കാടും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും കാട്ടിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഫോറസ്റ്റ് ട്രക്കൊക്കെ കഴിഞ്ഞു തിരിച്ചു വാച്ച് ടവറിലേക്ക് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുവാണ്. ലേറ്റ് ആയതുകൊണ്ട് ലഞ്ച് കഴിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ദാ നമ്മുടെ എടപ്പാളയം വാച്ച് ടവറിലെ സ്റ്റേ ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്റ്റേ അടിപൊളിയായിരുന്നു, സർവീസ് അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.